ஆண்டவருடைய நாமம் மகிமைப்படுமாറാകട്ടെ. ஆண்டவர் நமக்கு ஒரு கர்த்த தோசம் கூட நமக்கு നൽകിയിരിക്കെ அவன் கர்த்த தோசம் நமக்கு ஆண்டவரை நமக்கு மகிழ்வோம். அவன் செய்த எல்லா காரியத்தையும் அவன் மகிழ்ச்சி கொடுக்குவோம். அவன் தான் ஆண்டவர், அவன் தான் സർവാധിപൻ. അവൻ നമ്മൾ ഇത് ബൈബിൾ സ്റ്റഡി தான். നമ്മൾ ബൈബിൾ സ്റ്റഡിയിൽ നമ്മൾ ഇന്നത്തെ ചിന്താവിഷയം എന്നാ എന്ന് ചൊല്ലിയാൽ നമുക്ക് பார்க்கலாம். ഞാൻ എപ്പിസോഡ് 166 C15 தான் வாசிக்குது. இது பைபிள் ஸ்டடி தான். கொலிசியருக்கு எழுதிய புஸ்தகத்தில் தான் நம்ம படிக்கின்ற நமக்கு என்ன ஆண்டவர் நம்மளோட பேசுத എന്ന് നമുക്ക് பார்க்கலாம். അതുമൂലം നമ്മുടെ ജീവിതത്തെ നമുക്ക് ശുദ്ധീകരിക്കാം. അതുമൂലം അവൻ്റെ നാമം മഹിമപ്പെടണം. നമ്മുടെ ഫോക്കസ് എന്നതാണ്? നമ്മൾ വചനം പഠിക്കുന്ന മൂലം എന്തുണ്ടായിരിക്കണം? നമ്മൾ വചനം പറയുന്നത് മറ്റുള്ളവർ കേട്ടിട്ട് അവരുടെ ഹൃദയത്തിൽ ശുദ്ധീകരണം വരണം. അവരുടെ ഹൃദയത്തിൽ ഒരു പാപത്തിൻ്റെ മോചന പ്രക്രിയ നടക്കണം. അല്ലെങ്കിൽ ആ പാപത്തിൽ നിന്നും അവർക്കൊരു വിടുതൽ കിടക്കണം. അതുമാത്രമല്ല, ആ പാപത്തിൽ പോവാതെ അവരെ എന്നാ പറയണം? ദൈവത്തിൽ നടപ്പാൻ തക്കവണ്ണം, ദൈവത്തിൽ നോക്കിക്കൊണ്ട്, ദൈവത്തെ പാർത്തുകൊണ്ട് നടക്കത്തക്കവണ്ണം അവൻ്റെ ജീവിതത്തിൽ ഒരു പരിവർത്തനം വരണം. അതുതാൻ ആണ്ടവർ നമ്മളോട് നമ്മൾ ഇന്ന് വാസിക്കാൻ പോകുന്ന വചനം കൊലോസ്യ ലേഖനം 1:17 വാക്യം താൻ. 1:17 അത് നമുക്ക് പിന്നാടി ചിന്തിക്കാം. ഇന്ന് നമുക്ക് 16 വാക്യം തൊട്ട് നമ്മൾ വാസിക്കാം. അല്ലെങ്കിൽ 15 വാക്യം തൊട്ട് നമുക്ക് ഒന്ന് വാസിച്ച് പോയിട്ട്, അല്ലെങ്കിൽ അതിലെ ഒന്ന് കൊഞ്ചം ഒന്ന് എക്സ്പ്ലെയിൻ പണിയിട്ട് നമുക്ക് 17 വാക്യത്തിലേക്ക് പോയിടാം. അന്നേരം നമ്മൾ വചനത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ ആണ്ടവർ നമ്മോട് എന്നാ പേശുവാൻ തക്കോണം ആഗ്രഹിക്കുന്നേ, അത് മറ്റും താൻ നമുക്ക് പേശണം. അത് മറ്റും താൻ നമ്മൾ ചിന്തിക്കണം, നമ്മൾ വിസാരിക്കണം. അതുകൊണ്ട് നമ്മൾ ആണ്ടവർ നമ്മോട് പേശുമ്പോൾ നമ്മുടെ ആത്മാവ് നമ്മളിൽ ആര് വസിക്കുന്നത്? ആത്മാവ് താൻ വസിക്കുന്നത്. ആ ആത്മാവിന് എന്നാ கிடைக்கும்? സന്തോഷം கிடைക്കും. അതുമാത്രമല്ല, ആത്മാവ് നമ്മളെ ധൈര്യപ്പെടുത്തും. ആ ആത്മാവ് നമ്മളെ ശക്തീകരിക്കും. ആ ആത്മാവ് നമ്മളെ പാപത്തിൽ നിന്നും വഴിയിൽ നിന്നും നമുക്ക് മോചനം നൽകും. ആ ആത്മാവ് നമുക്ക് ദൈവത്തിൻ്റെ വഴിയിൽ നടപ്പാൻ, നീതിയിൽ നടപ്പാൻ തക്കവണ്ണം നമുക്ക് ധൈര്യം തരും. നമ്മൾ പാപത്തിൽ നിന്നും ഈ അന്ധകാരത്തിൽ നിന്നും നമ്മൾ അത്ഭുത പ്രകാശത്തിലേക്ക് വരും. അന്ധകാരം നമ്മളിൽ നിന്ന് മാറും. കാരണം വചനം താൻ പ്രകാശം. അന്നേരം ആ പ്രകാശം നമ്മളിൽ വന്നു കഴിയുമ്പോൾ, അതായത് സുലഭ മാതിരി ഒരു ടോർച്ച് അതിൽ താൻ പ്രകാശം ഇരിക്കും. ആ ടോർച്ച് ലൈറ്റ് ഓൺ ചെയ്യുമ്പോൾ എന്നെ പറ്റും? അത് എങ്കെയൊക്കെ കാമിക്കുമോ അങ്ങെല്ലാമേ പ്രകാശം കിടക്കും. പ്രകാശം കിടക്കുമ്പോൾ എന്നെ എല്ലാമേ നമുക്ക് മുഴുവൻ ക്ലിയറായിട്ട് കാണാൻ പറ്റും. അല്ലെങ്കിൽ എല്ലാമേ ശരിയായിട്ട് നമുക്ക് കാണുവാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് നമുക്ക് എന്നാ പറ്റണം? ആ പ്രകാശത്തിൽ നമുക്ക് നടക്കുമ്പോൾ നടക്കുന്ന ഇടത്തെല്ലാം നമ്മൾ എങ്കെയൊക്കെ നടക്കുന്നോ അങ്ങെയെല്ലാം പ്രകാശം വിതറും. ആ പ്രകാശം വിതറുമ്പോൾ നമുക്ക് എല്ലാമേ ശരിയായി കാണാൻ പറ്റും. അന്നേരം നമ്മൾ എന്നാ പറ്റും? നമ്മൾ അന്ധകാരത്തിലെ പ്രവൃത്തികൾ നമ്മൾ വിട്ടിടും. വിടും. ആണ്ടവരുടെ ചിത്തം എന്നത് നമ്മൾ അന്ധകാരത്തിലെ പ്രവൃത്തികൾ വിടും. നമ്മൾ നേരത്തെ നമ്മൾ പഠിച്ചാച്ചേ അന്ധകാരത്തിൻ്റെ പ്രഭുവാണെന്ന് നമ്മളെ നോക്കണം. ആ അന്ധകാരത്തിൽ നിന്നും നമ്മളെ ആണ്ടവർ അത്ഭുത പ്രകാശത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നതെന്ന് നമ്മൾ വാസിക്കുന്നു. എന്നാൽ ഈ അന്ധകാരത്തിൽ നിന്നും നമ്മളെ കൂട്ടിക്കൊണ്ടുവന്ന പ്രഭു ആരാണ്? അതിനെപ്പറ്റിയാണ് നമ്മളിപ്പോൾ ഈ കൊലോസ്യ ലേഖനത്തിൽ വാസിക്കുന്നത്. നമ്മൾ 14 വാക്യത്തിൽ നമ്മൾ 15 വാക്യത്തിൽ നമ്മൾ വാസിക്കുന്നു. ഹൂ ഈസ് ദ ഇമേജ് ഓഫ് ഇൻവിസിബിൾ? അവൻ താൻ കാണാൻ പറ്റാത്ത ആണ്ടവരുടെ സ്വരൂപം. അവൻ താൻ കാണാൻ പറ്റാത്ത ആണ്ടൊരു സ്വഭാവം എന്ന് ചൊല്ലിയാൽ അവൻ്റെ രൂപം. അവൻ താൻ ആണ്ടവരുടെ രൂപം. അതായത് നമുക്ക് ആണ്ടവരെ കാണണമെന്നുണ്ടെങ്കിൽ എന്നെ പറയണം? നമുക്ക് അവനെ പാട്ടാ പോതും നമുക്ക് അവൻ്റെ രൂപം കാണാൻ പറ്റും. നമുക്ക് അതേപോലെ ഇപ്പോൾ എനിക്ക് എന്നെ കാണാൻ പറ്റും. എൻ്റെ മൂഞ്ചി എനിക്ക് കാണാൻ പറ്റുമോ? എനിക്ക് കാണാൻ പറ്റില്ല. എനിക്ക് എന്നെ കാണണമെന്നുണ്ടെങ്കിൽ എന്നെ പറയണം?
ഞാൻ കണ്ണാടിക്ക് മുമ്പിൽ എൻ്റെ മൂഞ്ചി കൊണ്ട് പോകുമ്പോൾ എൻ്റെ രൂപം കാണാൻ പറ്റും. അതേപോലെ ആണ്ടവരുടെ പക്കത്തിൽ പോകുമ്പോൾ നമുക്ക് ആ ഇൻവെസിബിൾ ഗോഡ്, കാണാൻ വയ്യാത്ത ആ ആണ്ടവരെ നമുക്ക് പാക്കാൻ പറ്റും. എന്നിട്ട് നമ്മൾ അപ്പടി പാക്കുമ്പോൾ എന്നെ പറ്റും, ദൈവത്തിൻ്റെ ഭയം വന്നിടും. നമ്മൾ ആണ്ടവർക്ക് ചിത്തമായ കാര്യങ്ങൾ ചെയ്തു എങ്കിൽ നമ്മൾ ഇങ്ങനെ വാസിക്കുകയാണ്. അവൻ താൻ ഇൻവിസിബിൾ ഗോഡ്, അല്ലെങ്കിൽ കാണാൻ വയ്യാത്ത ദൈവത്തിൻ്റെ രൂപം, അത് മറ്റുമല്ല, അവൻ താൻ ഫസ്റ്റ് ബോൺ, അല്ലെങ്കിൽ അവൻ താൻ സൃഷ്ടിയുടെ ആദിയിൽ ഉണ്ടായിരുന്ന അവന് മുന്നേ ആരുമില്ല, അവന് പിന്നാലെയും ആരുമില്ല. അവൻ താൻ പിന്നാലെ ഇരിക്കെ മുന്നാലെ അവൻ താൻ, അതിന് മുന്നാലെ വേറെ ആരുമേ കിടക്കാതെ അവൻ ദ ഫസ്റ്റ് ബോൺ. ആൻഡ് അത് മറ്റും താൻ നമ്മൾ എന്നാ ചെയ്യും, അവൻ ക്ഷമ തരുന്ന ആണ്ടവർ താൻ. നമ്മൾ പാപം ചെയ്യുമ്പോൾ അവൻ നമ്മളെ മന്നിക്കും. അവൻ മന്നിക്കുന്നത് ആണ്ടവർ ആര് താൻ? അവൻ നമ്മുടെ പാപത്തെ മന്നിച്ച് നമുക്ക് എന്നാ ചെയ്യും? അവൻ നമുക്ക് പാപത്തിൽ നിന്ന് വിടുതൽക്കും, നമ്മളെ പവിത്രരാക്കിയിടും. നമ്മളൊക്കെ പവിത്രമാവണമെന്നെങ്കിൽ, പാപം നമ്മളിൽ നിന്ന് മാറണമെന്നുണ്ടെങ്കിൽ, നമുക്ക് ശുദ്ധി കിടക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്നാ പറ്റണം? ആ ആണ്ടവർ എപ്പടി ചെയ്യണം? ആ ആണ്ടവർ താൻ ശുദ്ധി, ആ ആണ്ടവർ താൻ പവിത്രൻ, ആ ആണ്ടവർ താൻ നമ്മുടെ ദൈവം. അവൻ ഇൻവെസിബിൾ ഗോഡ് താൻ, അവനെ പാക്കാൻ മുടിയാത്ത ദൈവം താൻ. അവൻ ദൈവത്തിൻ്റെ, അതായത് പിതാവായ ദൈവത്തിൻ്റെ രൂപം താൻ, അതായത് അവൻ താൻ പിതാവായ ദൈവം എന്ന് നമുക്ക് ചൊല്ലിടാം. അവൻ താൻ എന്നൊരു ഇങ്ങനെ ചൊല്ലുക, അവൻ നമുക്ക് ക്ഷമ തരുന്ന ദൈവം. 14 വാക്യത്തിൽ നമ്മൾ ചിന്തിച്ചാച്ച് അതിൽ നിന്ന് కొంచెం കൂടെ മോശം. ഫോർ ബൈ ഹിം വെർ ഓൾ തിങ്സ്, അവനാൽ താൻ എല്ലാം തന്നെ സൃഷ്ടിപ്പ് നടത്തിയത് ആര് താൻ? അവൻ താൻ. അതിന് മുമ്പേ സൃഷ്ടിയെ കിടക്കാതെ എന്നിട്ട് അവൻ താൻ സൃഷ്ടിപ്പ് നടത്തിയത്. ദാറ്റ് ആർ ഇൻ ഹെവൻ, അത് സ്വർഗത്തിലായാലും എങ്കിൽ, ആൻഡ് ദാറ്റ് ആർ ഇൻ എർത്ത്, ഈ ഭൂമിയിലായാലും, അതായത് സ്വർഗത്തിലും ഭൂമിയിലും, അതായത് നമുക്ക് മേളിലോട്ട് നോക്കിയാൽ എന്നെ പാക്കുമോ, അതേപോലെ കീഴേ നോക്കിയാൽ എന്നെ പാക്കുമോ, എല്ലാമേ ആരുണ്ടാക്കിയതാ? അവൻ താൻ സൃഷ്ടിപ്പ്, അവൻ സൃഷ്ടിപ്പണ്ണിയാച്ച്. അത് മാത്രമല്ല, വിസിബിൾ ആൻഡ് ഇൻവിസിബിൾ, നീക്ക് പാക്കാൻ പറ്റുമോ, പാക്കാൻ മുടിയാതെയോ, എന്ന കാര്യമാണെങ്കിലും നിൻ്റെ മനസ്സിൽ വരുന്ന എല്ലാ കാര്യങ്ങളും, അതായത് നിനക്ക് പാക്കാൻ മുടിയാ, അത് മൈക്രോസ്കോപ്പ് വെച്ച് പാക്കാൻ നമുക്ക് പറ്റും. ചെന്ന വൈറസ്. എന്നാൽ ആണ്ടോഴ്സ് നീ അപ്പോൾ മൈക്രോസ്കോപ്പ് വെക്ക വേണ്ട, എല്ലാമേ അവൻ ഇൻവിസിബിൾ, കാണാൻ മുടിയാത്ത കാര്യങ്ങളും കാണാൻ പറ്റുന്ന കാര്യങ്ങളും ആര് പണിയാച്ചേ? ஆண்டவர் தான் பண்ணியாச்சு. அவன் தான் சிருஷ்டிப்பார். நமக்கு அது இங்கே சொல்லிக்கும். அது மட்டும் തന്നെ അല്ല, വെദർ ദൈ തോൺസ് ഓർ ഡൊമീനിയൻ, അതായത് വാഴ്ചകളും രാജ്യങ്ങൾ, അതായത് നിങ്ങൾ പാക്കുന്ന എല്ലാ രാജ്യങ്ങളിലെ അതിലിരിക്കുന്ന പ്രഭുക്കന്മാർ, അതിലിരിക്കുന്ന രാജാക്കന്മാർ, അതിലെ പ്രൈം മിനിസ്റ്റർ, പ്രസിഡന്റ്, ഇതെല്ലാം അവനാൽ സൃഷ്ടിക്കപ്പെട്ടത്. അതായത് അവൻ சொல்லும் താൻ അവർ ചെയ്ത്, അതായത് നമ്മൾ അതുകൊണ്ട് താൻ നമ്മുടെ ഇലക്ഷൻ വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ എന്നാ പറയണം, നമ്മൾ ആണ്ടവരോട് നമ്മൾ ജപം പണിയണം. ആണ്ടവരെ നിൻ്റെ ചിത്തമുള്ള മനുഷ്യനെ ഈ പൊസിഷനിലേക്ക് കൊണ്ടുവരണം. ആരുടെ ചിത്തത്തിന്? ആണ്ടവരുടെ ചിത്തം. കാരണം അവൻ താൻ അവക്കുന്നു. അവന് ഈ രാജ്യങ്ങളും അല്ലെങ്കിൽ ഈ പ്രഭുത്വം എല്ലാം മാറ്റിടാൻ പറ്റും. എന്നാലും അവനോട് താൻ നമ്മൾ சொல்லണം. എന്നാൽ അവൻ ശരിയായ ആളിനെ കൊണ്ടുവരും. അത് അവൻ്റെ ചിത്തപ്പടി, നമ്മുടെ ചിത്തപ്പടിയല്ല. നമ്മൾ എപ്പോഴും നമ്മുടെ ചിത്തം എനിക്ക് ഇന്ന ആൾ വന്നു കഴിഞ്ഞാൽ എനിക്ക് ലാഭം കിടക്കും, അപ്പടിയല്ല. അവൻ്റെ ചിത്തപ്പടി എന്നാ தேவைப்படுமோ ആണ്ടവർ അത് തന്നെ കൊണ്ടുവരും. അവൻ താൻ രാജ്യത്വം, അവൻ താൻ രാജ്യത്തിൽ വാഴ്ച അവൻ താൻ. അത് മാത്രമല്ല, പ്രിൻസിപ്പാലിറ്റീസ് ആൻഡ് പവർ എന്ന് ചൊല്ലിയാൽ നമ്മൾ എന്നാ പറയുകയും, അധികാരങ്ങൾ, വാഴ്ചകൾ, പവർ, ശക്തി എല്ലാമേ അവൻ്റേതാണ്. അവൻ താൻ അവർക്ക് കൊടുത്തിരിക്കുന്നത്. അത് മാത്രമല്ല, ഓൾ തിങ്സ് വർ ക്രിയേറ്റഡ് ബൈ ഹിം. എല്ലാം അവൻ തന്നെ സൃഷ്ടിച്ച അവൻ സൃഷ്ടിപ്പിൻ്റെ മൂലകാരണം അവൻ തന്നെ എല്ലാം സൃഷ്ടിച്ച്. അത് മറ്റുമല്ല, അത് എന്തിനു സൃഷ്ടിച്ച്? അവന് വേണ്ടി. അവൻ സൃഷ്ടിച്ച ആർക്ക് വേണ്ടിയാ?
അവന് വേണ്ടി, അതായത് അവന് വേണ്ടി എന്ന് சொல்லியால் അവനെ സെൽഫിഷാ അപ്പടിയാ നീ കേൾക്കുക അല്ല. അവൻ സൃഷ്ടിച്ച സൃഷ്ടികൾക്ക് വേണ്ടി അവനെ സൃഷ്ടിച്ച് അതുമൂലം ആ സൃഷ്ടികൾ അവനെ മഹിഴ്ച பண்ணാൻ വേണ്ടി താൻ അവനെല്ലാം ചെയ്തത്. അതായത് അവന് വേണ്ടി താൻ അവൻ സൃഷ്ടിച്ചത് എന്ന് ഇങ്ങനെ சொல்லிയിരിക്കുക. അത് മാത്രമല്ല 17 വാക്യത്തിൽ നമുക്ക് പാർக்கலாம். ആൻഡ് ഹിയർ ഈസ് ബിഫോർ ഓൾ തിങ് ആൻഡ് ഹീ ഈസ് ബിഫോർ ഓൾ തിങ്. അവൻ താൻ എല്ലാത്തിനും മുന്നമേ ഉണ്ടായിരുന്നു. അതായത് നീ പാക്കുന്ന എല്ലാ കാര്യങ്ങളും അത് നീ ഏത് കാര്യമാണ് നേരത്തെ നമ്മൾ വാസിച്ചത് നമ്മൾ പാക്കാൻ മുടിയാത്തതും എല്ലാം അവൻ താൻ. എന്നാലും ഇങ്ങനെ 17 വാക്യത്തിൽ അവൻ ബിഫോർ അവൻ അതിന് മുന്നാടി ഏത് നീ കാര്യം പാക്കുന്നോ അതിന് முன்னாடி நம்ம என்ன சொல்ல അതിന് മുന്നാടി இங்கே ലോകത്തിൽ ഒന്നുമേ ഇല്ല. ഈ ലോകമേ கிடைக்காது, വായുമണ്ഡലമേ എല്ലാം അവൻ താൻ സൃഷ്ടിച്ച. അതായത് അവനെ ഒന്നുമില്ലായ്മയിലെല്ലാം സൃഷ്ടിച്ച്. അതായത് അതിന് മുന്നാടി ഒന്നുമേ கிடைக்காது. ഇന്നത് കൊണ്ട് നമ്മൾ കിടച്ചെന്ന് നമ്മൾ சொல்ல, അല്ലെങ്കിൽ ഇന്നത് കൊണ്ടാണ് നമ്മൾ சொல்ல. നമ്മൾ ഒരു കലം നമ്മൾ പണ്ണുമ്പോൾ നമ്മൾ എന്നാ ഒരു മൺകലം നമ്മൾ പണ്ണുമ്പോൾ അതിന് മണ്ണ് തേവപ്പെടും, അതിൽ നിന്നാണ് നമ്മൾ കലം ഉണ്ടാക്കുന്നത്. എന്നാൽ അവൻ അപ്പടിയല്ല, അവൻ താൻ എല്ലാം സൃഷ്ടിച്ചത്. അതിന് മുന്നായി മണ്ണുമേ ഇല്ല, ഒന്നുമേ ഇല്ല, എല്ലാ കാര്യങ്ങളും അവൻ താൻ സൃഷ്ടിച്ചത്. അത് അവൻ്റെ ബുദ്ധിയുടെ വലിപ്പം താൻ, അവൻ്റെ ജ്ഞാനത്തിൻ്റെ വലിപ്പം താൻ. അവൻ ചെയ്ത് അവന് ചിത്തമുള്ള രീതിയിൽ അവൻ നമുക്ക് ചെയ്ത് ഓൾ തിങ് ആൻഡ് ബൈ ഹിം ഓൾ തിങ് കൺസിസ്റ്റ്. അവനാൽ തന്നെ എല്ലാം ഉണ്ടായി വന്നത്. ഉണ്ടാക്കുന്നവൻ ആര് താൻ? അവൻ താൻ അതിൻ്റെ എല്ലാത്തിൻ്റെയും മൂലകാരണം ആര് താൻ? ആണ്ടവരായ യേശു ക്രിസ്തു. അവൻ ആരാണ്? നമ്മൾ പഠിച്ചാച്ച് അവന് തകപ്പനായ ആണ്ടവരുടെ അതേ രൂപം. അവൻ താൻ തകപ്പനായ ആണ്ടവർ. ആ തകപ്പനായ അതേ രൂപം എന്ന് ചൊല്ലിയാൽ അതുകൊണ്ട് താൻ നമ്മൾ സുവിശേഷങ്ങൾ നമ്മൾ വാസിക്കുമ്പോൾ എന്നെപ്പറ്റി அங்கே பரிசுகள் என்ன சொல்லுது? இவன் தன்னைத்தான் ஆண்டவராக்கியாச்சு. അതായത് യേശു ക്രിസ്തു തന്നെത്താൻ ആണ്ടവരാക്കിയാച്ച്. കാരണം അവൻ ആണ്ടവർക്ക് ഒപ്പമെന്ന് ചൊല്ലി. എന്നാൽ അതിൻ്റെ അർത്ഥം എന്നാൽ നീ അവൻ താൻ ആണ്ടവർ എന്ന് ചൊല്ലിയാച്ച്. അത് യഹൂദന്മാർക്ക് പുടിയാതെ. കാരണം എന്നതാൻ? കാരണം ആണ്ടവർ ഒരേ ആണ്ടവർ താൻ, ആണ്ടവർ ഒന്ന് താൻ. ഈ ആണ്ടവർ ആണ് അവനെന്ന് ചൊല്ലിയാൽ നീ എന്നെ பண்ணுവാം? നീ ആണ്ടവർക്ക് തുല്യനായി തീർന്നു. നീ ആണ്ടവർക്ക് തുല്യനായി തീരുമ്പോൾ എന്നെ പറ്റും? നീ ആണ്ടവരായച്ചേ. അന്നേരം തകപ്പനായ ആണ്ടവരെ നിങ്ങൾ ദുഷിക്കുക. എന്നാൽ അവൻ ചൊല്ലു, ഞാൻ താൻ ആണ്ടവർ, ഞാൻ താൻ. നിങ്ങൾ എന്നെ പാർത്താൽ നിങ്ങൾ തകപ്പനായ ആണ്ടവരെ പാർത്താച്ചേ എന്ന് നമ്മൾ യോഹന്നാൻ്റെ പുസ്തകത്തിൽ നമ്മൾ വാസിക്കുന്നു. എന്നാൽ ഇங்கே നമ്മൾ വാസിക്കുന്നത് അവൻ താൻ സകലവും പണിത്. അതായത് അവൻ പണ്ണാതെ ഈ ലോകത്തിൽ ഒന്നുമേ கிடைக்காது. അവൻ നമ്മളെ പണിയാച്ചേ, നമുക്ക് ജീവൻ തന്നാച്ചേ. നമ്മൾ അവന് ചിത്തമായ രീതിയിൽ നമ്മൾ നടപ്പാൻ തക്കോണം ആണ്ടവർ നമുക്ക് ഇടം തന്നാച്ചേ. അവനെ നമുക്ക് മഹത്വപ്പെടുത്താം, അവനെ മഹിഴ്ച பண்ணி അവനെ മഹിഴ്ച பண்ணிയാൽ മറ്റുമേ അത് കാണാം. അവൻ മഹിഴ്വയുടെ അവൻ താൻ ആധാരം, മഹത്വത്തിൻ്റെ ആധാരം ആര് താൻ? അവൻ താൻ. അവനെ നമുക്ക് സ്തോത്രം ചെയ്യാം. ആണ്ടോട് നാം മഹിമപ്പെടുവാറാകട്ടെ. ആമേൻ.